ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കെട്ടി ഒരുങ്ങി നമ്മൾ എങ്ങോട്ട് പോകുന്നു? ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ. ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ പോകുന്നു. കണ്ടില്ലേ ഗായ്സ്? കാണുന്നുണ്ടോ? ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പാണ്. ഇറ്റ്സ് 0 ഡിഗ്രിയാണ് ഇപ്പം. 9 o'clock കറക്റ്റ് 0 ഡിഗ്രി എന്നാണ് കാണിച്ചത്. ഗ്ലൗസും എല്ലാം ആയിട്ട് ഫുൾ സെറ്റപ്പിൽ നമ്മൾ പോകുന്നു ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ. കണ്ടോ 0 ഡിഗ്രീസ്. ഇനി നമ്മൾ രാത്രി തിരിച്ച് വരുമ്പോഴത്തേന് എന്താവുമെന്ന് ദൈവത്തിനറിയാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞങ്ങൾ ഫുൾ പാക്ഡ് ആണ്. കാറിലാണ് നമ്മൾ പോകുന്നത്. സോ നമ്മുടെ GRKയുടെ വീട്ടിൻ്റെ അവിടെ വി ആർ ഗോയിങ് ടു പുട്ട് ദ കാർ ആൻഡ് ദെൻ ഫ്രം ദെയർ നമ്മൾ ട്രെയിനിലാണ് ലണ്ടനിലോട്ട് പോകുന്നത്. കാരണം അവിടെ നമുക്ക് ലണ്ടനിൽ നോ പാർക്കിംഗ് ഫെസിലിറ്റീസ് അറ്റ് ഓൾ. അപ്പം വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് P16 Tales. അപ്പം നമുക്ക് പോയി ന്യൂ ഇയർ ഫയർ വർക്ക്സ് കണ്ടിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ ഇൻ ദ കാർ. ഓക്കെ, ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. നല്ല ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണില്ല. ഞാനാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തുള്ളൂ. ബാക്ക് ക്യാമറ തിരിച്ചിട്ട് അറിയില്ല. എനിക്ക് ഫ്ലാഷ് ലൈറ്റ് അടിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ബിസി ആവുമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ കരുതിയില്ല ഗൈസ്. ഈ ഒരു വർഷം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി ഈ മിനിറ്റ് വരെ ഐ ആം സോ ബിസി. ഞാൻ ഒരു കല്യാണം കഴിച്ചാൽ നമ്മുടെ ലൈഫിൽ ഇത്രയും ബിസി ആവുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ കരുതിയില്ല. സോ മെനി തിങ്സ് ടു ഗോ ഡു. ജോലിക്ക് പോകണം, ഭർത്താവിനെ നോക്കണം, തുണി കഴുകാനിടണം, ബാത്റൂം കഴുകണം. സോ മെനി തിങ്സ് ടു ഡു. അവൻ എല്ലാത്തിലും എന്നെ ഈക്വലി സപ്പോർട്ട് ചെയ്യും. ഈക്വലി ഹി വിൽ ഹെൽപ്പ് മീ ഇൻ എവറിത്തിങ്. ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ മൈ മൈൻഡ് ഇസ് ലൈക്ക് 100% ഓൺ. എപ്പോഴും എൻ്റെ മൈൻഡ് ഓൺ ആണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് ഓൾറെഡി ഐ എം തിങ്കിങ്. ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ മമ്മി ഇങ്ങനെയായിരുന്നു. സോ ഐ ടെൽ ഹർ, നീ എന്തിനാ ഇങ്ങനെ തിങ്ക് ചെയ്ത് നിന്റെ ഹെൽത്ത് സ്പോയിൽ ആക്കുക? ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ബി ചിൽ. ബട്ട് ആക്ച്വലി നമ്മൾ തിങ്ക് ചെയ്യണം. ബിക്കോസ് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഐ എം ഓൾവേസ് തിങ്കിങ് ആൻഡ് മൈ മൈൻഡ് ഇസ് ലൈക്ക് ഫുൾ ഓൺ. എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തോ ഇതൊക്കെ ഇവൻ നോക്കും. ഇവൻ നോക്കില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ ഇവൻ ഐ എം കൺസേൺ. ലൈക്ക് ലൈറ്റ് ഓഫ് ചെയ്തോ, അത് ഓഫ് ചെയ്തോ, ഇത് ഓഫ് ചെയ്തോ, എല്ലാം എടുത്തോ, ഡോറ് പൂട്ടിയോ, ഡോറ് പൂട്ടി കഴിഞ്ഞിട്ട് ഒരു 3-4 തവണ ഡോറ് ഓപ്പൺ ചെയ്ത് പുഷ് ചെയ്ത് നോക്കുക. മൈ ഗോഡ്, my life has completely changed after marriage. I'm going to make a separate video on how my life has changed after marriage. So anyways, I've been so busy. ലേറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എടുത്താലും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ ഈ ന്യൂ ഇയറിലെങ്കിലും ടൈം കണ്ടെത്തണം എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ടൈം ആക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ അതുപോലെ തന്നെ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ വി വിൽ ട്രൈ ഡൂയിങ് ഇറ്റ്. ആൻഡ് ഐ ബീൻ സോ ബിസി. അല്ലേ? നിനക്ക് എന്താ പറയാനുള്ളത് ആഫ്റ്റർ മാരീഡ് ലൈഫിനെ കുറിച്ച്? ആക്ച്വലി അവൻ മുന്നേ തൊട്ട് നല്ല ബിസിയാണ്. കാരണം ഹീസ് ദി എൽഡസ്റ്റ് ചൈൽഡ് ഓഫ് ഹിസ് ഹൗസ്. ഇവൻ ഞാനും എൽഡസ്റ്റ് ചൈൽഡാണ്. ബട്ട് ഐ എം പാമ്പേർഡ് മോർ. അപ്പം എനിക്ക് എന്ത് വേണമെങ്കിലും ഐ യൂസ് ടു ഗെറ്റ് ഇറ്റ്. നമുക്ക് കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആരോടെങ്കിലും പറഞ്ഞാൽ എവറിത്തിങ് ഐ യൂസ് ടു ഗെറ്റ്. പക്ഷെ ആഫ്റ്റർ മാരേജ് ഐ എം ഗെറ്റിംഗ് ദ സെയിം തിങ്. ഇല്ലെന്നല്ല, ബട്ട് എനിക്കറിയില്ല, എവിടേക്കോ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വന്ന പോലെ. വീട്ടിലായിരുന്നപ്പോൾ ഐ ജസ്റ്റ് ഹാഡ് ടു വർക്ക്. ജോലിക്ക് പോവാൻ, തിരിച്ചു വരാം, കഴിക്കാൻ, കിടന്നുറങ്ങാം. ഇത്ര മാത്രം ഉണ്ടായിരുന്നില്ല എൻ്റെ ജോലി. പക്ഷേ ഇവിടെ ഐ ഹാവ് സോ മെനി തിങ്സ് ടു ഡു ആൻഡ് വിച്ച് ഐ എം നോട്ട് യൂസ് ടു. എല്ലാം പുതിയതായതുകൊണ്ടായിരിക്കും എനിക്ക് ഓവറായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ട് ബിസി ആയിട്ട് തോന്നുന്നത്. മേ ബി ആഫ്റ്റർ എൻ ഇയർ ഓർ സോ ഐ വുഡ് ഗെറ്റ് യൂസ് ടു. ആ ഇയർ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ്, ഇന്നലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 8 മാസമായി. അറിയോ? 8 മാസം പോയി. ഇനിയിപ്പോൾ ഏപ്രിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആനിവേഴ്സറി. നമ്മൾ 1 ഇയർ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. ലൈക്ക് ജെറ്റ് ആയിരുന്നു ഈ വർഷം. 2025 വാസ് പ്രിറ്റി വെരി ഗുഡ്, വെരി നൈസ് ഇയർ. നൈസ് ആൻഡ് ബാഡ് ഇയർ. ബാഡ് ഇയർ ബിക്കോസ് വീട് വിട്ട് വരേണ്ടി വന്നു. ഗുഡ് ഇയർ ബിക്കോസ് 2018 ഞാൻ കണ്ടുമുട്ടിയ ആളെ ഞാൻ വിവാഹം കഴിച്ച് ആ ആളുടെ കൂടെ ഞാൻ ഇപ്പൊ താമസിക്കുന്നു. ഇസ് നോട്ട് ദ റൈറ്റ് വൺ.
അല്ല ജീവിക്കുന്നു. സോ ഇറ്റ്സ് ബീൻ ബോത്ത് എ ഗുഡ് ആൻഡ് എ ബാഡ് ഇയർ. ജാനുവരി വാസ് ലൈക്ക് ഓക്കെ ആഫ്റ്റർ പൊങ്കൽ ആൻഡ് ഓൾ ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ദെൻ ഫെബ്രുവരി തൊട്ട് ഓട്ടം തുടങ്ങിയതാണ്. സാരി എടുക്കൽ, ദെൻ ജ്വല്ലറി, ദെൻ കാർഡ് ഡിസ്ട്രിബ്യൂഷൻ. And then April we had our wedding, and then May we had to move to the UK. പിന്നെ മേയിൽ നമ്മൾ UK മൂവ് ആയി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഒരു ഇമോഷണൽ 3 months ആയിരുന്നു. സന്തോഷിക്കണോ കല്യാണം കഴിഞ്ഞതിൻ്റെ, അതോ സങ്കടപ്പെടണോ എന്നറിയാത്തൊരു 3 months ആയിരുന്നു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അങ്ങനെ സെപ്റ്റംബറിൽ ജോലി കിട്ടി. എക്സ്ട്രീംലി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ദെൻ സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ പോയത് തന്നെ അറിഞ്ഞില്ല. വി ഷിഫ്റ്റഡ് ടു എ ന്യൂ ഹൗസ്. വി ബോത്ത് സ്റ്റാർട്ടഡ് ലിവിങ് എ ലൈഫ് ദാറ്റ് വി ഹാഡ് ഡ്രീംഡ് ഓഫ് ഓൾ ദീസ് ഇയേഴ്സ്. അതായത് രണ്ടുപേരും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ബീങ് ടുഗദർ. സോ ഓൾ ദാറ്റ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ 3 മാസം നടന്നു. ആൻഡ് ദ ഇയർ ഇസ് ഡൺ. ഇന്ന് December 31 at the end of 2025, and I'm stepping into 2026 with the person that I met in 2018. What do you have to tell? Nothing. Come on. ഞാനൊരു പാരഗ്രാഫ്, ഒരു എസ്സേ പോലെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന്റെ ആൻസർ കൊടുക്കും. ഒന്നി ഓക്കെ, ഇല്ലെങ്കിൽ ശരി. അങ്ങനെയാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്. എനിവേസ്, ഇറ്റ്സ് ബീൻ എ റാപ്പിഡ് ഫയർ ഇയർ 2025. Stepping into 26 with a lot of hopes and lot of things in mind. Hopefully ദൈവം അതിനെല്ലാത്തിനും എല്ലാം നടത്തി തന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നടത്തി തരട്ടെ. ആൻഡ് ഐ എം പ്രേയിങ് ഗുഡ് ഹെൽത്ത്. ഞങ്ങൾ 2 പേരുടെയും പേരൻസിനും സിബ്ലിങ്സിനും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഐ എം പ്രേയിങ് ജസ്റ്റ് ഫോർ ഗുഡ് ഹെൽത്ത്. ഹെൽത്താണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതും നമ്മൾ ഇത്ര ദൂരെ കിടക്കുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് വെരി ടഫ്. എനിക്ക് റീസെൻ്റ് ആയിട്ട് വയ്യാതായിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഐ വാസ് സീരിയസ്ലി സിക്ക്. പനിയായിരുന്നു, വേറൊന്നുമില്ല. പക്ഷെ എന്നാലും ഐ വാസ് ടു സിക്ക്. അപ്പം അങ്ങനെ വയ്യാഴിക ഒന്നും ആർക്കും വരാതെ, വലിയ അപകടങ്ങളൊന്നും ആർക്കും വരാതെ എല്ലാവരും ഹാപ്പി ആയിട്ട്, എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ. ഈ ലൈറ്റ് ഇപ്പൊ ഓഫ് ചെയ്യണം, അധികം നേരം ഇട്ട് ചിലപ്പോൾ ഫൈന് വീട്ടിലോട്ട് വന്നാലോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. സോ വിഷിംഗ് എവറി വൺ എ വെരി 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 പ്രോസ്പെറസ് ന്യൂ ഇയർ. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ഫോൺ ചാർജ് കുത്തിയിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തില്ല, അതുകൊണ്ട് 50% ചാർജേ ഉള്ളൂ. സോ ഐ ജസ്റ്റ് പുട്ട് മൈ ഫോൺ ഓൺ ചാർജ്. വിൽ റീച്ച് ദേർ ആൻഡ് ഐ വിൽ സീ യു. ലണ്ടനിലോട്ട് പോകുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു, ബട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. സോ ബക്കിംഗ്ഹാം പാലസ്, വൺ ഓഫ് ദ ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ ലണ്ടൻ, അവിടെയാണ് നമ്മൾ ഇന്ന് ലൈറ്റ്സ് കാണാൻ പോകുന്നത്. ഇനി ഒരു 10 minutes നമ്മൾ അവിടെ എത്തും. അവിടെ എത്തില്ല, ഗ്രൂവ് പാർക്കിൽ എത്തും. ആൻഡ് ദെൻ ഫ്രം ദെയർ വി ആർ ഗോയിങ് ഇൻ ട്രെയിൻ. സോ ബക്കിംഗ്ഹാം പാലസിലാണ് നിന്ന് നമ്മൾ കാണുന്നത്. ദർ ആർ ഡിഫറെന്റ് പ്ലേസസ് എവിടെ നിന്നാൽ നമുക്ക് ആ ഫയർ വർക്ക്സ് കാണാൻ പറ്റുന്നത്. ബട്ട് ജിത്തു ബക്കിംഗ്ഹാം പാലസിൽ ഓൾറെഡി പോയിട്ടുണ്ട്. സോ ഹി ടോൾഡ് നമുക്ക് അവിടെ പോവാന്ന്. സോ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ദെയർ. പിന്നെ ഇവൻ ഇപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതായത് 2 ചോപ്പർ കാണും മേലെ കറങ്ങുന്ന, ഇത് ഹെലികോപ്റ്റർ തിങ് ചോപ്പർ. അപ്പം ഒന്ന് വന്നിട്ട് ദ BBC ന്യൂസ് ആൾക്കാർ ലൈവായിട്ട് ആ ഫയർ വർക്ക്സ് ന്യൂസിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വരുന്നതാണ് BBC ന്യൂസിന്റെ ആൾക്കാർ. ഇനി ഒരെണ്ണം പോലീസിന്റെ സർവൈലൻസ് ആയിരിക്കും. ലൈക്ക് ഇഫ് ദേ ഫൈൻഡ് എനി പ്രോബ്ലം എനിവേർ, അപ്പൊ അവർ ഉടനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നല്ല രസം, ഡിലൈറ്റ്. അങ്ങനെയാണ് അവൻ പറഞ്ഞത് അല്ലേ? ഫുൾ സർവൈലൻസ് ആണ്. കാരണം ഇന്നും എന്തും നടക്കാലോ. ഈ ഫോണൊക്കെ പിടിച്ചോണ്ട് വീഡിയോ എടുക്കുന്നത് തന്നെ വലിയ പേടിയാണ്. കാരണം ഈ ലണ്ടനിൽ ഇത്രയും മാത്രം മൊബൈൽ സ്നാച്ചസ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് ഇവിടെ ഫോൺ കൊണ്ട് നടക്കാൻ. ബാംഗ്ലൂരിലും ഇങ്ങനെ കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത്ര പേടിയില്ലായിരുന്നു. ഇവിടെ നിന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ബൈക്കിൽ ആൾക്കാർ വരും, എടുത്തോടങ്ങ് പോവും. പിന്നെ നമുക്ക് അവരെ ആ ക്രൗഡിൽ കണ്ടുപിടിക്കാനേ പറ്റില്ല. സോ ഇറ്റ്സ് ലൈക്ക് റിയലി സ്കേറി.
അങ്ങനെയാണ്. നിങ്ങൾക്കൊന്നും പറയാനില്ല? ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എന്റെ വ്യൂവേഴ്സിനോട് നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയൂ. എന്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് തെലുഗുകാരാണ്. ഓക്കെ, സോ അവര് എനിക്ക് കംപ്ലൈന്റ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ദേ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് മലയാളം. അപ്പൊ തെലുഗുവിൽ വ്ളോഗ്സ് ചെയ്യാനാണ് അവർ പറയുന്നത്. സോ ഐ എം ബേസിക്കലി 2 ലാംഗ്വേജ് ആണ് ഞാൻ. എന്നെ അറിയാവുന്നവർക്ക് അറിയാം. മൈ ഹോം ലാംഗ്വേജ് ഇസ് 2 ലാംഗ്വേജസ്. ഒന്ന് മലയാളം, ഒന്ന് തെലുഗു. സോ എന്റെ തെലുഗു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നോട് തെലുഗുവിൽ വ്ളോഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. సో సమ్ టైమ్ ఐ విల్ ట్రై డూయింగ్ దట్ ఆల్సో. ఎనీవేస్, తెలుగు సబ్స్క్రైబర్ అందరికి నా న్యూ ఇయర్ శుభాకాంక్షలు. కొత్త సంవత్సరం శుభాకాంక్షలు. ఓకే, ദാറ്റ്സ് ഗുഡ്. ലൈക്ക് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് പറയും നീ ഇങ്ങനെ ചെയ്യും ഈ ലാംഗ്വേജിലും കൂടെ. അപ്പം ദേ ആർ സീയിങ് അവർ വീഡിയോസ്. അപ്പൊ അതൊരു ഹാപ്പിനെസ്. ഒത്തിരി 1 മില്യൺ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സ് വന്ന് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ. സോ മേ ബി സം ഡേ ഐ വിൽ ഡു വ്ളോഗ് ഇൻ തെലുഗു ആസ് വെൽ. ഈ വിന്ററിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് പോകുന്ന ആകെ ഒരാൾ ഞാനാണ്. ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പം ആദ്യം എന്റെ മൈൻഡിൽ ആ ദുരന്തറിന്റെ പാട്ടാണ് വന്നത്. ആ പാട്ടാണ് എന്റെ മൈൻഡ് വന്നത്. ഐ ലുക്ക് ലൈക്ക് ദുരന്തം. ഗൈസ് കണ്ടല്ലേ? എന്തായാലും നമുക്ക് ഈ ഫയർ വർക്ക് ആകെപ്പാടെ 15 മിനിറ്റ്സേ കാണുള്ളൂ ഗൈസ്. 15 മിനിറ്റ്സ് മാത്രമേ കാണുള്ളൂ. ഈ 15 മിനിറ്റ്സിന് നമ്മളിപ്പം 10:30 അവിടെ ചെന്ന് നിന്ന് we are going to stand there for like 2 to 3 hours and only then we'll be able to see the lights. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ തന്നെ എന്റെ മുഖം 5-6 കളർ മാറി. എനിവേസ് ഐ വിൽ അവിടെ എത്തിയിട്ട് ഐ വിൽ സീ യു. ഓക്കെ, നമ്മളങ്ങനെ ഗ്രൂവ് പാർക്ക് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് നമ്മുടെ ട്രെയിൻ. സോ വി ആർ ഗോയിങ് ടു ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജിൽ ഇറങ്ങാം. നമ്മുടെ സോ ഡാം കോൾഡ്. 0 ഡിഗ്രി ആണ്, പക്ഷേ -3 എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇത് ഫീൽസ് ലൈക്ക് -3 ബട്ട് 0 ഡിഗ്രി. ഇറ്റ്സ് സോ ഡാം കോൾഡ്. നല്ല തണുപ്പുണ്ട്. എല്ലാവരുടെയും വായിന്ന് ഇങ്ങനെ നകുമ്പോൾ പുക വരുന്നുണ്ട് കേസ്. അറിയില്ല എത്രമാത്രം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടെന്ന്. എനിവേസ് വിൽ ക്യാച്ച് ആ ട്രെയിൻ. ഇറ്റ്സ് അറ്റ് 9:37 ട്രെയിൻ. അത് 5 മിനിറ്റ്സിൽ വരും. എല്ലാവരും ഫുൾ റെഡിയൊക്കെ ആയിട്ട് വന്നേക്കാം. കുറേ ആൾക്കാർ ലണ്ടൻ ബ്രിഡ്ജിൽ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഐ വിൽ സീ യു ദാറ്റ്. ബൈ. ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ട് പിടിച്ചിട്ട് എവിടെ പോകണ്ടമാ? ജൂബിലി വെസ്റ്റ് ബൗണ്ടിലാണ് പോകേണ്ടത്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഫോൺ ഇങ്ങനെ പിടിക്കാനേ പേടിയാവുക. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ ലൈറ്റ്സ് ഒക്കെ കാണാം, ലൈറ്റ്സും ഫയർ വർക്ക്സും കാണാൻ പോകുന്ന ആൾക്കാർ. എൻ്റെ വായി മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ അല്ലേ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫോൺ ഇങ്ങനെ പിടിക്കാനേ പേടിയാ. അപ്പം let's go to Buckingham Palace and then I will see you. Okay. Hello guys. ഇന്ന് നമ്മളങ്ങനെ GRKനെ കണ്ടുമുട്ടി. ഇവിടുന്ന് നമ്മൾ ആ ബ്ലൂ കളർ കാണുന്നതാണ് ലണ്ടൻ ഐ അല്ലടാ? ലണ്ടൻ ഐ. ആ ബ്ലൂ കളർ കാണുന്നതാണ് ലണ്ടൻ ഐ. അപ്പോൾ അവിടെയാണ് ഫയർ വർക്ക് പൊട്ടി മേലോട്ട് വരാൻ പോകുന്നത്. സോ നമ്മളിവിടെ റോഡിൽ നിൽക്കുകയാണ്. ഓപ്പോസിറ്റിൽ ഇല്ല, ലൈവ് ഇങ്ങനെ തന്നെ. ഓപ്പോസിറ്റിൽ കാണുന്നതാണ് ബക്കിംഗ്ഹാം പാലസ്. ആ വോം ലൈറ്റ് ബക്കിംഗ്ഹാം പാലസ്. ഇപ്പോഴൊന്നും ഇത് കാണരുത് ഗൈസ്. ഇവിടെ ഓൾറെഡി കുറേ പേരുണ്ട്. അപ്പോൾ ബക്കിംഗ്ഹാം പാലസ് ഒക്കെ കാണാം. നമുക്ക് വേറെ ഒരു ദിവസം സമ്മറിൽ വരാം. ഇപ്പം നമുക്ക് ലൈറ്റ്സ് മാത്രം കാണാം. സമ്മറിൽ ട്യൂലിപ്സ് ഒക്കെ വരും. അപ്പം നമുക്ക് വരാം. ഇപ്പം ഇവിടെ നമുക്ക് അതെ അവരുടെ കൂടെ വരാം. ഇപ്പം നമുക്ക് ലൈറ്റ്സ് മാത്രം കാണാം. ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇപ്പോൾ ഓൾറെഡി ഫുൾ ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി കുറച്ചും കൂടെ ആൾക്കാർ വരും എന്നാണ് പറയണത്. നല്ല തണുപ്പുണ്ട്. ബട്ട് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും. ഞാൻ ആകെ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട്
എത്രയൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ സ്കൈലോട്ട് പൊങ്ങി വരുന്നതുകൊണ്ട് ചിലപ്പോൾ നല്ലപോലെ കാണാൻ പറ്റും അല്ലേ. ഞങ്ങളെല്ലാം കണ്ടു തിരിച്ച് ട്രെയിൻ കയറി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പ്. എനിക്കെൻ്റെ കൈയൊക്കെ എൻ്റെ മരവിച്ച് ചത്തു. അത്രയും തണുപ്പ്. ഇപ്പം സമയം 2:30. ഈ 2:30 ഇവിടെ ചിലവർക്ക് ഭയങ്കര വിശപ്പ്. നിങ്ങൾക്ക് കണ്ടു മനസ്സിലായില്ലെങ്കിൽ ഞാൻ തുപ്പി കാണിച്ചത്. അവന് ഭയങ്കര വിശപ്പ്. വിശപ്പ് കാരണം അവനെന്തേലും കഴിക്കണം. അവൻ വാങ്ങിച്ചു. അവൻ ബർഗറും ഫ്രൈസും വാങ്ങിച്ചു. എനിക്ക് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ പിന്നെ അവൻ കോപിതനാകും. അതുകൊണ്ട് ഞാൻ ചിക്കൻ നഗറ്റ്സ് പറഞ്ഞു. 2:30 സമയത്ത്. പറ, നിനക്ക് എന്താ പറയാനുള്ള? പറയും. വേറെ ഒന്നും പറയാനില്ല. ഒരു വികാരമില്ല ഇപ്പൊ അവന്. എന്താ പറയുന്നത്, ഇപ്പൊ അവന് വിശക്കുന്നുണ്ട്, അവന് ഭക്ഷണം കഴിക്കണം. അത്രേ ഉള്ളു അവന്റെ വികാരം. അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. ഇവിടെ സർവീസിൽ വി ഹാഡ് മെഗ്ഡി ഓപ്പൺ. മെഗ്ഡി, ലിയോൺ ഗ്രിൽ, പിന്നെ കോസ്റ്റ, ഇതൊക്കെ ഓപ്പൺ ഉണ്ട്. അപ്പോൾ സർവീസിൽ കയറി നോക്കിയപ്പോൾ മെഗ്ഡി ഉണ്ടായിരുന്നു. സോ ഹി ഗോട്ട് ചീസ് ബർഗർ. എനിക്ക് നഗറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇനി 30 മിനിറ്റ്സ് ഉണ്ട് നമ്മളെ വീട്ടിലെത്തും. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഒന്ന് ഫേസ് വാഷ് ചെയ്യണം. And that's it. And that was all about the day. It was just a very small vlog on how the new year 2026 was. അത്രേ ഉള്ളൂ. And നാളെ എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we have some plans and പറ്റിയാൽ I will do a vlog. That's it. പിന്നെ ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. സോ ഇന്നത്തെ പരിപാടി was like just the fireworks. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൗണ്ട് ഡൗൺ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൗണ്ട് ഡൗണും പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഫയർ വർക്ക്സ് എന്നാണ് ജിത്തു പറഞ്ഞത്. ദിസ് ടൈം ഇറ്റ് വാസ് ലൈക്ക് ദ പ്ലെയിൻ വൺ. അപ്പം നമ്മൾ യൂഷ്വലി ബാംഗ്ലൂരിൽ ദീപാവലി ആയിക്കഴിഞ്ഞാൽ വി സീ എ ലോട്ട് ഓഫ് ഫയർ വർക്ക്സ്. ലൈക്ക് ദീപാവലിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3 മണി കഴിഞ്ഞു ഗൈസ്. ദീപാവലിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സംക്രാന്തി പൊങ്കലൊക്കെ കഴിയുന്നവരെ ആൾക്കാരിങ്ങനെ പട്ടാസ് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവിടുത്തെ ഒരു രീതി. സോ ഐ എം യൂസ് ടു സീയിങ് എ ലോട്ട് ഓഫ് ഫയർ വർക്ക്സ്. സ്കൈ ഷോട്ട്സ് ആവട്ടെ, വേറെ പോലത്തെ എല്ലാം ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം ഇറ്റ് വാസ് നോട്ട് ലൈക്ക് യുണീക്ക് കൈൻഡ് ഓഫ് തിങ്. ഇറ്റ് വാസ് എ നോർമൽ കൈൻഡ്. ആൻഡ് അത്രയും തണുപ്പത്ത് പോയി അവിടെ നിന്നതിന് ആണ് എനിക്ക് ഇത്. അവിടെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്ന് വരുന്ന ഗ്യാപ്പിൽ എൻ്റെ കൈ രണ്ടും മരവിച്ച് ആകെ എനിക്ക് എൻ്റെ കൈ ഇല്ലാതെ കൈ ആല് കട്ട് ചെയ്തുകൊണ്ട് പോയ പോലും ഞാൻ അറിയത്തില്ല. അത്രയ്ക്ക് എൻ്റെ കൈ മരവിച്ച്. ലൈക്ക് സോ ഫ്രീസിങ് കോൾഡ്. 0 ഡിഗ്രി ആണെങ്കിലും -4 ആയിരുന്നു. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് -4. സോ ഇറ്റ് വാസ് റിയലി കോൾഡ്. എനിവേസ് ഇന്നത്തെ ദിവസം ഇസ് ഡൺ. അപ്പോൾ അവൻ കിടക്കാൻ പോയി.
I just quickly wash my face and then go off to sleep. And that's all for today. And if you have not yet subscribed to my channel, please do like, share and subscribe. And ഇനി മുതൽ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും if you guys support me better than how you were doing before. Okay? So with lots of love, until I see you in the next vlog, it's a bye.